ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാഠപുസ്തകത്തോടൊപ്പം. അപ്പോൾ നമ്മൾ ഇന്ന് LP-UPയുടെ ഒരു മോഡൽ എക്സാമാണ് നമ്മളിന്ന് ചെയ്തു നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ LP-UPയുടെ എക്സാം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഉണ്ട്. UPയുടെ എക്സാം ജൂലൈ 6-ഉം LPയുടെ എക്സാം ജൂലൈ 20-നുമാണ്. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ഒരു എക്സാം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് മുൻപത്തെ എക്സാം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ എക്സാമിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട്. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട്. കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്ഷൻസ് ഒന്നും വായിക്കേണ്ടതെന്ന്. അതുകൊണ്ട് ഓപ്ഷൻസ് വായിക്കുന്നില്ല. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട്. ഉത്തരം യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എമിലിയുടെ രചയിതാവ് ആര്? ഉത്തരം റൂസോ. നിങ്ങൾക്ക് ഈ ഒരു എക്സാം ചെയ്തിട്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എമിലിയുടെ രചയിതാവ് ആരാണ്? റൂസോയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഇന്ത്യയിലെ എഡ്യൂക്കേഷണൽ ടെക്നോളജി പ്രോജക്റ്റ് ആരംഭിച്ച വർഷം. ഇന്ത്യയിലെ എഡ്യൂക്കേഷണൽ ടെക്നോളജി പ്രോജക്റ്റ് ആരംഭിച്ച വർഷം 1974. ക്വസ്റ്റ്യൻ നമ്പർ 4, കുട്ടികളിലെ മനസ്സിൽ പലതരം അറിവുകൾ കുത്തിനിറയ്ക്കുന്നതാണ് ഇതുവരെ അതിനാണ് നാം പ്രാധാന്യം നൽകിയത്. അവരുടെ മനസ്സിന് പ്രചോദനമോ വികസനമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകൾ കുത്തിനിറക്കുകയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ അവരുടെ മനസ്സിന് പ്രചോദനമോ വികസനമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ക്വസ്റ്റ്യൻ നമ്പർ 5, ജെറോമസ് ബ്രൂണറുടെ ആശയരൂപീകരണവുമായി ബന്ധപ്പെട്ട മുന്നോട്ട് വെച്ച പഠനഘട്ടങ്ങളിൽ പെടാത്തത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മോക്ക് ടെസ്റ്റിന് ചെയ്തിട്ടുള്ളതാണ്. ഉത്തരം നമുക്കറിയാം, പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം അല്ലെങ്കിൽ പ്രതിരൂപാത്മക ഘട്ടം, ഇത്രയും ഉണ്ട്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് വിചിന്തന ഘട്ടം. ക്വസ്റ്റ്യൻ നമ്പർ 6, 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാനിയ പൊതുവെ ആരുമായും കൂട്ടുകൂടുന്നില്ല. പൊതുവെ ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടുന്നു. ചില സന്ദർഭങ്ങളിൽ വിതുമ്പിക്കരയും. ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ക്ലാസ് ടീച്ചറായ നിങ്ങൾ തീരുമാനിച്ചു. ഏത് മനഃശാസ്ത്ര പഠന രീതിയിലായിരിക്കും നിങ്ങൾ ഇത് അവലംബിക്കുന്നത്? അതായത് ഈ ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? കുറേ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ ഉത്തരം കേസ് സ്റ്റഡിയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് പോവാം. ക്ലാസ് റൂം ബോധനത്തിൽ ഏറെ പ്രയോജനപ്പെടുത്തുന്ന ആശയഭൂപടം എന്ന സങ്കേതം വികസിപ്പിച്ചത് ആര്? ക്ലാസ് റൂം ബോധനത്തിൽ ഏറെ പ്രയോജനപ്പെടുത്തുന്ന ആശയഭൂപടം എന്ന സങ്കേതം വികസിപ്പിച്ചത് ആര്? കോൺസെപ്റ്റ് മാപ്പിംഗ് വികസിപ്പിച്ചത് ആര്? ഉത്തരം വരുന്നത് ജോസഫ് ഡി നൊവാക്. ക്വസ്റ്റ്യൻ നമ്പർ 8, 5-ാം ക്ലാസ്സിലെ ഒരു ഡിവിഷനിലെ 41 കുട്ടികളിൽ 12 പേരും മലയാളത്തിലെ സ്വരചിഹ്നങ്ങൾ തെറ്റിച്ചും പരസ്പരം മാറ്റിയും എഴുതുന്നു. ടീച്ചർ എന്ന നിലയിൽ ഇത് പരിഹരിക്കുവാൻ നിങ്ങൾ അവലംബിക്കുന്ന ശാസ്ത്രീയ മാർഗം ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഉത്തരം നമ്മളിവിടെ ഏത് മെത്തേഡാണ് ഈ കുട്ടികളിലെ മലയാളത്തിലെ സ്വരചിഹ്നങ്ങൾ തെറ്റിച്ച് അതുപോലെ തന്നെ മാറ്റിയും എഴുതുന്നു, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ക്രിയാഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9, എറിക് എച്ച് എറിക്സന്റെ സാമൂഹിക വികാസ സിദ്ധാന്ത പ്രകാരം സ്കൂൾ പ്രായത്തിൽ, അതായത് 6 മുതൽ 12 വയസ്സ് വരെ നേരിടുന്ന പ്രതിസന്ധി ഇവയിൽ ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എറിക് എച്ച് എറിക്സന്റെ സാമൂഹിക വികാസ സിദ്ധാന്തം. അപ്പോൾ ഇതിൽ കുട്ടികളുടെ സ്കൂൾ പ്രായത്തിൽ അവർ നേരിടുന്ന പ്രതിസന്ധി, 4 പ്രതിസന്ധികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഏതാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഉത്തരം ഊർജ്ജസ്വലത, അപകർഷത. ഊർജ്ജസ്വലത, അപകർഷത. ക്വസ്റ്റ്യൻ നമ്പർ 10, ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ക്രമപ്പെടുത്തൽ, ഉഭയദിശീയ ചിന്ത, പകരൽ ചിന്ത തുടങ്ങിയവ അത്യുന്നതിയിലെത്തുന്ന വൈജ്ഞാനിക വികാസഘട്ടമേത്? അതായത് ക്രമപ്പെടുത്തൽ, ഉഭയദിശീയ ചിന്ത, പകരൽ ചിന്ത ഇവയൊക്കെ അത്യുന്നതിയിലെത്തുന്ന വൈജ്ഞാനിക വികാസഘട്ടം ഏത്? 4 ഘട്ടങ്ങൾ അല്ലേ നമുക്കറിയാം. സെൻസറി മോട്ടോർ സ്റ്റേജ്,
പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അതിൻ്റെ മലയാളം പ്രാഗ് മനോവ്യാപാര ഘട്ടം, ഇന്ദ്രിയ ചാലക ഘട്ടം, രൂപാത്മക മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് അത്യുന്നതിയിലെത്തുന്ന വൈജ്ഞാനിക വികാസഘട്ടം ഇതിലേതാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് കേട്ടോ. കുട്ടികളിൽ ക്രമപ്പെടുത്തൽ, ഉഭയദിശീയ ചിന്ത, പകരൽ ചിന്ത ഇത് വരുന്നത് ഏത് വികാസഘട്ടത്തിലാണ്? രൂപാത്മക മനോവ്യാപാര ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ക്വസ്റ്റ്യൻ 11 പോകാം. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനം ഏത്? അപ്പോൾ ഇതിൽ ഏതാണ് ടീച്ചർ അനുവർത്തിക്കാത്ത? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്കറിയാം എന്താണ് ഗസ്റ്റാൾട്ടിസം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഉത്തരം ആവർത്തനത്തിന് ഊന്നൽ നൽകൽ. ക്വസ്റ്റ്യൻ നമ്പർ 12. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം ഏതാണ്? ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഉണ്ട് വ്യക്തിത്വവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിൽ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം കുടുംബമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 13. ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സങ്കലിത ഫലമാണ്. ഈ പ്രസ്താവന ഏത് ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ കുറേയധികം ബുദ്ധി സിദ്ധാന്തങ്ങൾ പഠിച്ചായിരുന്നു. അപ്പോൾ 4 എണ്ണമാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഈ ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി ഏത് ബുദ്ധി സിദ്ധാന്തവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം വരുന്നത് 2 ഫാക്ടർ തിയറി. അതായത് പ്രത്യേക ബുദ്ധിയുണ്ട്, അതുപോലെ തന്നെ പൊതുവായ ബുദ്ധിയുണ്ട്. ജനറലും ഉണ്ട്, അല്ലാത്തതായിട്ടുള്ള അല്ലെ പൊതുവായ ബുദ്ധിയുമുണ്ട്, അതുപോലെ തന്നെ എന്താണ് പ്രത്യേക ബുദ്ധിയുമുണ്ട്. അപ്പം 2 ഫാക്ടേഴ്സ് അല്ലേ ഇവിടെ വരുന്നത്. അപ്പം ഏത് സിദ്ധാന്തമാണ്? ദ്വിഘടക സിദ്ധാന്തം അഥവാ 2 ഫാക്ടർ തിയറി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്ന് നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം അല്ലേ. അപ്പോൾ സെപ്റ്റംബർ 5 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 15. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും അഭിമാനബോധവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഇടയിൽ ക്രമീകരിച്ചിട്ടുള്ളത് ഏത്? അപ്പം ഇങ്ങനെയായിരിക്കും തിയറി എന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത്. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ സേഫ്റ്റി നീഡും അതുപോലെ തന്നെ അഭിമാനബോധവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, ഈ 2 നീഡ്സിൻ്റെ ഇടയിലുള്ളത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം വരുന്നത് സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 16. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ. ഇത് റിപ്പീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ 17 പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17. കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും തുണികളും നൽകുന്നു. ഇത് ഏത് സാമായോജന ക്രിയാതന്ത്രമായി പരിഗണിക്കാം? പലതവണ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ UPSC LPSC കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചോണം. കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും തുണികളും നൽകുന്നു. ഇത് ഏത് തരം സാമായോജന തന്ത്രമായിട്ട് നമുക്ക് പരിഗണിക്കാം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതിലാ വരണേ? ഉദാത്തീകരണമാണ് കേട്ടോ. ഉദാത്തീകരണം. ക്വസ്റ്റ്യൻ നമ്പർ 18. കുട്ടികളുടെ കാര്യത്തിൽ ഒന്നിലും ഇടപെടാതിരുന്ന, വേണ്ടത്ര താല്പര്യവും ശ്രദ്ധയും ഒന്നും നൽകാതിരിക്കുന്ന ഒരു രക്ഷകർത്തൃത്വ രീതി എന്ന് പറഞ്ഞാൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കുട്ടികളുടെ കാര്യങ്ങളിലൊന്നും നമ്മൾ സ്കൂളിൽ പോകുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും അല്ലേ. പാരൻസിൻ്റെ പലരുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യസ്തമായിരിക്കും അല്ലേ കുട്ടികളോട്. ചിലർക്കെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, അതുമാത്രമല്ല അവരുടെ കോകരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുന്ന പാരൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കുട്ടികളുടെ കാര്യത്തിൽ ഒന്നിലും ഇടപെടാതിരുന്ന, വേണ്ടത്ര താല്പര്യവും ശ്രദ്ധയും ഒന്നും നൽകാതിരുന്ന രക്ഷകർത്തൃത്വ രീതി ഇതിലേത് പേരിലാണ് അറിയപ്പെടുന്നത്? 4 എണ്ണം ഉണ്ട്. ഇതിലേതാ വരണേ? നിസ്സംഗ രക്ഷകർത്തൃത്വമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 19. ടോറൻസിന്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഇതിലേതൊക്കെയാണ് നമുക്കറിയാം. കഴിഞ്ഞ മോക്കിൽ നമ്മൾ പഠിച്ചതാണ്. ഉത്തരം സംവ്രജന ചിന്തയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 20. ഭാഷയുമായി ബന്ധപ്പെട്ട പഠന വൈകല്യം അറിയപ്പെടുന്നത്. അപ്പോൾ ഈ 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണെന്ന്? ഉത്തരം ഡിസ്ലെക്സിയ. ക്വസ്റ്റ്യൻ നമ്പർ 21. വിച്ച് ടൈപ്പ് ഓഫ് ദ സെൻറ്റൻസ് ഈസ് ദ ഫോളോയിങ് വൺ? റീഡ് ദ ഇൻസ്ട്രക്ഷൻ കെയർഫുള്ളി ബിഫോർ യു സ്റ്റാർട്ട് റൈറ്റിംഗ്. ഇതിൽ ഏത് തരം സെൻറ്റൻസ് ആണിതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്
അപ്പോൾ ഈ ക്വസ്റ്റ്യന് നമുക്ക് റീഡ് ദ ഇൻസ്ട്രക്ഷൻ കെയർഫുള്ളി ബിഫോർ യു സ്റ്റാർട്ട് റൈറ്റിംഗ്. അപ്പോൾ ഇത് ഏത് തരം സെൻറ്റൻസ് ആണ്? നമുക്കിവിടെ അറിയാം, ഇത് 2 തരം പറയാം. നമുക്ക് ഇമ്പരറ്റീവും പറയാം, ഡയറക്റ്റീവ് സെൻറ്റൻസ് ആയിട്ടും പറയാം കേട്ടോ. ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആയിട്ടും പറയാം, ഡയറക്റ്റീവ് സെൻറ്റൻസ് ആയിട്ടും പറയാം. ഇനി 22ാമത്തെ ചോദ്യം, ഹൂ ഒബ്സർവ് ദിസ്? In the case of human being, the amount of topics and then the number of ways that message components can be combined and unlimited. ഇത് ആരുടെയാണ്? ഇതിൻ്റെ അകത്ത് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ വരുന്ന ഉത്തരം എന്ന് പറയുന്നത് ബിക്കേർട്ടൺ ആണ്. ബിക്കേർട്ടൺ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 23. കൂടുതൽ അറിവുള്ള മറ്റൊരാൾ. ഇത് ആരുടെ ആശയമാണ്? കൂടുതൽ അറിവുള്ള മറ്റൊരാൾ. ഇത് ആരുടെ ആശയമാണ്? അല്ലെങ്കിൽ നമുക്ക് പറയാം ദ മോർ നോളജബിൾ അതർ. ഇത് ആരുടെ ആശയമാണ്? ദ മോർ നോളജബിൾ അതർ. ആരുടെ ആശയമാണ്? വൈഗോട്സ്കിയുടെ ആശയമാണ് കേട്ടോ. വൈഗോട്സ്കിയുടെ ആശയമാണ്. 24ാമത്തെ ചോദ്യം, എറിക്സന്റെ സംഘർഷഘട്ട സിദ്ധാന്ത പ്രകാരം പ്രൈമറി ക്ലാസ്സിലെ കുട്ടി നേരിടുന്ന സംഘർഷഘട്ടം ഏതാണ്? നമ്മുടെ എറിക്സന്റെ സംഘർഷഘട്ട സിദ്ധാന്ത പ്രകാരം പ്രൈമറി ക്ലാസ്സിലെ കുട്ടി നേരിടുന്ന സംഘർഷഘട്ടം ഏതാണ്? പരിശ്രമവും അപകർഷകതാ ബോധവും കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 25. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം. പലതവണ ചോദിച്ചിട്ടുള്ള നമുക്കറിയാം, ആറ്റിങ്ങൽ കലാപം അല്ലെ, 1721. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 26. പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഒരു 4-5 ഇതുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ ശരിയല്ലാത്തത് നോക്കി പറയുക. കോട്ടയം രാജ്യത്തെ ഇളയ രാജാവായിരുന്നു. 17ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി. ശ്രദ്ധിച്ചു വായിച്ചോണം. അടുത്ത ഓപ്ഷൻ കേരള സിംഹം എന്നറിയപ്പെടുന്നു. പഴശ്ശിരാജ ആരംഭിച്ച ഗൊറില്ല യുദ്ധ മാതൃക ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. പഴശ്ശിരാജയെക്കുറിച്ച് ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തതെന്ന് ചോദിച്ചേക്കണം. നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ വായിച്ചല്ലോ. 17ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി. ഇതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന. ബാക്കിയെല്ലാം ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 27. സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നതാര്? നമുക്കറിയാവുന്നതാണല്ലോ ഉത്തരം ചട്ടമ്പി സ്വാമി. ക്വസ്റ്റ്യൻ നമ്പർ 28. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏത്? നമുക്കറിയാം ഉത്തരം. ഇതിലേതൊക്കെയാ പറഞ്ഞേ? മേൽമുണ്ട് സമരമാണ് ബന്ധമില്ലാത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 29. മലബാർ കലാപത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഓക്കെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു. ശരിയാണോ തെറ്റാണോ നോക്കി വെക്കുക. എന്നിട്ട് ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എടുക്കാം. മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ചാണ് നടന്നത്. അടുത്തത്, ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപം. നെക്സ്റ്റ് വൺ, മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. അതുപോലെ തന്നെ 1921 നടന്നു. ഇവിടെ നമുക്ക് വായിച്ചപ്പോഴേക്കും മനസ്സിലാവും ഇത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 30. INC സ്ഥാപിതമായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉത്തരം 1885 ഡിസംബർ 28. ക്വസ്റ്റ്യൻ നമ്പർ 31. തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? 4 ജോഡികൾ വന്നിട്ടുണ്ട്. ഇതിൽ മാച്ച് ചെയ്യാത്തത് ഏതാ വരണേ? കൂടംകുളം ആന്ധ്രാപ്രദേശ്, താരാപൂർ മഹാരാഷ്ട്രയാണ്, കൽപ്പാക്കം തമിഴ്നാടാണ്, കക്രാപ്പാറ ഗുജറാത്താണ്. അപ്പോൾ ഇതിൽ മാച്ച് ചെയ്യാത്തത് കൂടംകുളം ആന്ധ്രാപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നൈൽ നദീതീരത്ത് ഉടലെടുത്ത സംസ്കാരം ഏത്? നമുക്കറിയാവുന്നതാണ് ഉത്തരം ഓപ്ഷൻ സി, ഈജിപ്ഷ്യൻ സംസ്കാരം. ക്വസ്റ്റ്യൻ നമ്പർ 33. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം. പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ബോലാൻ ചുരം. ക്വസ്റ്റ്യൻ നമ്പർ 34. ഇന്ത്യയിലെ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യയിലെ ബാങ്കിങ് സമ്പ്രദായം ആരംഭിക്കുന്നത് 1786 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോടെയാണ്. 1934 റിസർവ് ബാങ്ക് ഓഫ് ആക്ട് പ്രകാരം 1935 RBI സ്ഥാപിതമായി. അതുപോലെ തന്നെ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനായി ഇന്ത്യ ഗവൺമെൻറ് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കി. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന പേരിലാക്കി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു,
എന്താണ് ഇതിൽ ശരിയായ പ്രസ്താവന എഴുതാനായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ 1, 2, 3 കറക്റ്റാണ്, പക്ഷേ 4ാമത്തെ ഓപ്ഷൻ റോങ് ആണ്. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ച് എന്തായിട്ടായിരുന്നു മാറിയത്? നമുക്കറിയാം SBI ആയിട്ടായിരുന്നു അല്ലേ മാറിയത് 1955. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 34 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 35 ആണ്. ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ലോക്സഭയുടെ ഘടനയെക്കുറിച്ച് പറയുന്നത്? ഇവിടെ 4 വകുപ്പ് തന്നിട്ടുണ്ട്. ഇതിലേതാണ്? 81ാം വകുപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 36. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മസ്ഥലം എവിടെയാണ്? നമുക്കറിയാവുന്നതാണ് അല്ലേ ഉത്തരം. ഓക്കെ, ഉത്തരം തിരുത്തണിയാണ് കേട്ടോ, തിരുത്തണി. ക്വസ്റ്റ്യൻ നമ്പർ 37. വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിന് സാമൂഹിക നിയന്ത്രണ ഏജൻസികൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കുവാൻ അവകാശമുള്ള സാമൂഹിക നിയന്ത്രണ ഏജൻസി ഏത്? ഓക്കെ, ഇതിലേതാണ് ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹിക നിയന്ത്രണ ഏജൻസി? ഉത്തരം രാഷ്ട്രമാണ് കേട്ടോ, രാഷ്ട്രം. ക്വസ്റ്റ്യൻ നമ്പർ 38. താഴ്ന്ന വിഭാഗക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം അയ്യങ്കാളി. ക്വസ്റ്റ്യൻ നമ്പർ 39. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. കേളപ്പൻ നയിച്ചു. കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ ആയിരുന്നു. 1930 നടന്നത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ തുടർച്ചയായിട്ടാണ് പയ്യന്നൂരിൽ നടന്ന ഈ ഉപ്പ് സത്യാഗ്രഹം. 100ഓളം സ്വാതന്ത്ര്യ സമര സേനാനികളാണ് പങ്കെടുത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേക്കും ആദ്യത്തെ 3 ഓപ്ഷനും എന്താ കറക്റ്റാണ് അല്ലെ. കേളപ്പൻ നയിച്ചു. കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ 1930 നടന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 1, 2, 3 പ്രസ്താവനകളാണ് ശരി. ക്വസ്റ്റ്യൻ നമ്പർ 40. തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഓക്കെ, ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? നമുക്കറിയാം പ്രവേഗമാണ് അല്ലെ. പ്രവേഗത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രവേഗം ഒരു സദിശ അളവാണ് അല്ലെ, ദിശ പറയുന്ന അളവാണ്. പക്ഷെ ബാക്കിയുള്ളത് അദിശ അളവുകളാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 41. യൂണിറ്റ് സമയത്തിൽ ഉണ്ടാവുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. തെറ്റായ ഓപ്ഷനാണ് ഇതിൻ്റെ അകത്ത് എടുക്കേണ്ടത്. ഈ പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാ തെറ്റായിട്ടുള്ളത്? 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ത്വരണം ഒരു അദിശ അളവാണ് അല്ലേ. പക്ഷെ അദിശ അളവാണോ? അല്ല, ത്വരണം ഒരു സദിശ അളവാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 42ാമത്തെ ചോദ്യം. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ന്യൂക്ലിയർ ബലം. ക്വസ്റ്റ്യൻ നമ്പർ 43. കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്. ഇതിൽ കാരണം താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കുക. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. കടൽ വെള്ളത്തിന് എന്താണ്? പുഴയിലെ വെള്ളത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. മറന്നു പോകരുത്, പഠിച്ചു വെച്ചോണം. അടുത്ത ചോദ്യം. പ്രകാശത്തിന്റെ തരംഗദൈർഘ്യ അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 44. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ക്രിസ്ത്യൻ ഹൈജൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 45. ഇവയിൽ സംക്രമണ മൂലകം ഏത്? സംക്രമണ മൂലകം ഇതിൻ്റെ അകത്ത് ഏതാണ്? നമുക്കറിയാവുന്നതാണ്. ഏതാണ് ഇതിൽ സംക്രമണ മൂലകം? മാഗ്നീസ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 46. സൂക്ഷ്മ കണികകളിൽ തട്ടി പ്രകാശം ചിതറുന്ന പ്രതിഭാസം. ഉത്തരം വിസരണം. ക്വസ്റ്റ്യൻ നമ്പർ 47. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാസമാറ്റത്തിന് മാത്രം യോജിച്ചവ ഏത്? നമുക്കറിയാം രാസമാറ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ഇതൊരു സ്ഥിരമാറ്റമാണ് അല്ലേ. അപ്പോൾ ഉത്തരം ഓപ്ഷൻ 2, 3 ആണ്. പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു, സ്ഥിരമാറ്റമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 48. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഹെൻറി മോസ്ലി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 49. 2 വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം, അല്ലെങ്കിൽ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഇവയിൽ ഏതാണ്? നമുക്കറിയാം അവഗാഡ്രോ നിയമമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 50. ഇക്കൂട്ടത്തിൽ കൊളോയിഡിന്റെ സവിശേഷതകൾ ഏതെല്ലാം? നമുക്കറിയാവുന്നതാണ്. ഉത്തരം ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാനായിട്ട് കഴിയില്ല. പ്രകാശത്തിന്റെ പാത ദൃശ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 51. തന്നിരിക്കുന്നവയിൽ മനുഷ്യന്റെ ആമാശയത്തിലുള്ള ആസിഡ് ഏതാണ്? അറിയാലോ, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 52. മാലക്കൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? നിങ്ങൾ ലോഹങ്ങളും അയിരുകളും പഠിച്ചു വെച്ചോണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടും. മാലക്കൈറ്റ് എന്തിൻ്റെ അയിരായിരുന്നു? കോപ്പറിൻ്റെ അയിരായിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 53. ലോകത്തെ ആദ്യ ഊർജ സംരക്ഷണ ഉപകരണമായ തെർമൽ ബാറ്ററി സ്ഥാപിച്ച സംസ്ഥാനം. ഉത്തരം ഏതാണ്?
ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 54. ന്യൂക്ലിയസിന്റെ വിഭജനത്തിൽ പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം. നമ്മൾ പല ഘട്ടങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടിലാഫേസ്, പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്. ഏത് ഘട്ടത്തിലാണ്? ന്യൂക്ലിയസിന്റെ വിഭജനത്തിൽ പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്നത് അനാഫേസിലാണ് കേട്ടോ. 55-ാമത്തെ ചോദ്യം. ന്യൂക്ലിയസിന്റെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തി 55 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തി എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കണ്ടെത്തുക. ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു, അന്നപഥത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു, സംരക്ഷണം, ആഗീകരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഇതെന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? ആവരണകല. എന്തൊക്കെയാണ് ഒന്നുകൂടി പറയാം. ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു, അന്നപഥത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു, സംരക്ഷണം, ആഗീകരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 56 പോകാം. തന്നിരിക്കുന്നവയിൽ പാലുൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവം ഏത്? ഉത്തരം ഏതാണ്? ധവള വിപ്ലവം. ക്വസ്റ്റ്യൻ നമ്പർ 57. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പഠിച്ചിട്ടുള്ളതാണ്. കാൾ ലിനേയസ്. ക്വസ്റ്റ്യൻ നമ്പർ 58. തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ശ്വാസനാളം, അന്നനാളം, ആമാശയം, പക്വാശയം. ഉത്തരം ശ്വാസനാളം. ക്വസ്റ്റ്യൻ നമ്പർ 59. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? മസ്തിഷ്കം എന്ന് പറഞ്ഞ ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചോണം. നമ്പർ 60. മാത്സിലേക്ക് പോവാം. ഇവിടെ ശരാശരി കണ്ടുപിടിക്കാനാണ്. 30, 15, 25, 60, 20 ഈ സംഖ്യകളുടെ ശരാശരി. നമുക്കറിയാലോ, ശരാശരി സമം തുക ബൈ എണ്ണമാണ് അല്ലെ. എല്ലാം കൂടി കൂട്ടി ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ടായിരുന്നു? ഇവിടെ 5 നമ്പേഴ്സാണ്. അപ്പം 150/5 ചെയ്യുമ്പോൾ 30 കിട്ടും ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 61. 36 പേർ വന്ന മീറ്റിങ്ങിൽ 12 പേർ സ്ത്രീകളായാൽ പുരുഷന്മാർ എത്ര ശതമാനം? നമുക്കിവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. 36 പേര് ടോട്ടൽ ഉണ്ട്. 12 പേര് വുമൻസ് ആണ്. ബാക്കി 24 പേര് എന്തായിരിക്കും? പുരുഷന്മാരായിരിക്കും. അപ്പോൾ പുരുഷന്മാരുടെ ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പുരുഷന്മാരുടെ ശതമാനം കണ്ടുപിടിക്കാനായിട്ട് എത്ര പുരുഷന്മാരുണ്ട്, ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്, ഇൻറ്റു 100 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടും 66.66%. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 62. 2/5-നും 3/8-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? ഇതിലേതാ വരണേ? ഉത്തരം 5/13. 63-ാമത്തെ ചോദ്യം. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇക്വേഷൻ. എന്താണ്? n×n+1 ആണ് ഇരട്ട സംഖ്യകളുടെ തുക. ഓക്കെ. അപ്പം നമുക്കിവിടെ കിട്ടും 50 ഇരട്ട സംഖ്യകളാണ് പറഞ്ഞേക്കണേ. അപ്പം 50 × 51. ഉത്തരം എത്ര? ഓപ്ഷൻ എ 2550. നമ്പർ 64. 8, 12, 24 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ആദ്യം LCM കണ്ടുപിടിക്കണം. 8-ന്റെയും 12-ന്റെയും 24-ന്റെയും എത്ര കിട്ടും? നമുക്ക് 24 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇത് 24 എന്ന് കിട്ടിയാൽ ആ LCMന്റെ കൂടെ ഇവിടെ തന്നിരിക്കുന്ന ശിഷ്ടം, അതായത് 3 കൂട്ടുക. അപ്പോൾ 27 കിട്ടും. അപ്പോൾ അതായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 65. എന്താ ക്വസ്റ്റ്യൻ? ഇതാണ്. 7 + 7 + 7 ഡിവൈഡഡ് ബൈ 7 ദ ഹോൾ ഡിവൈഡഡ് ബൈ 7 + 7 + 7 ഡിവൈഡഡ് ബൈ 7 കേട്ടോ. ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീനിൽ നോക്കി തന്നെ വായിക്കുക. അപ്പോൾ നമ്മൾ ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും? ഉത്തരം 5 എന്ന് കിട്ടും. ഉത്തരം കിട്ടുന്നത് 5 ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. ഇവിടെ 5 എന്നുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 66. 150 രൂപ വിലയുള്ള ഒരു സാധനത്തിൻ്റെ വില 180 രൂപയായി വർദ്ധിപ്പിച്ചാൽ വർധനയുടെ ശതമാനം എത്ര? നമുക്കറിയാം അല്ലേ. ഈ കണക്ക് ചെയ്യാൻ നമുക്കറിയായിരിക്കും. അപ്പോൾ ഇവിടെ 150 രൂപയുള്ള ഒരു സാധനത്തിൻ്റെ വില 180 ആക്കുമ്പോൾ അവിടെ വർധനവ് 30 അല്ലേ. അപ്പോൾ അതിനെ നമ്മുടെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 20% എന്ന് കിട്ടും വർധനവ്. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 67. 7000 രൂപയ്ക്ക് 10% നിരക്കിൽ 3 വർഷത്തെ കൂട്ടുപലിശ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. എന്തായിരുന്നു ഇക്വേഷൻ എന്ന് പറയുന്നത്? ഓക്കെ. അപ്പോൾ നമുക്ക് എമൗണ്ട് കാണാനായിട്ടുള്ള ഇക്വേഷൻ ആദ്യം ഓർക്കുക. എന്തായിരുന്നു? എമൗണ്ട് സമം എന്താണ്? ഇക്വേഷൻ വൈസ് പോവുകയാണെങ്കിൽ നമ്മൾ അതേ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതുക. അതിൽ നിന്ന് എമൗണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 93,170 എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. അതായത് മുടക്ക് മുതലിൽ നിന്ന് നമ്മുടെ എമൗണ്ടിൽ നിന്ന് മുടക്ക് മുതൽ കുറക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഇവിടെ കിട്ടും. അപ്പോൾ ഉത്തരം വരുന്നത് 23,170 ആണ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 68. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിയ അര മിനിറ്റ്, അതായത് ഒരു മിനിറ്റ് സൂചിയുടെ
അര മിനിറ്റ് ഉണ്ടാക്കുന്ന കോണളവ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ അര മിനിറ്റ് സൂചി. ക്വസ്റ്റ്യൻ നമ്പർ 68, ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി അതിൻ്റെ അര മിനിറ്റിനുണ്ടാക്കുന്ന കോണളവ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് പോണേ? 6 ഡിഗ്രിയാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസവും ആ ഒരു കണക്കുണ്ടായിരുന്നു, നമുക്കത് നമ്മൾ പഠിച്ചതായിരുന്നു. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ അര മിനിറ്റ് എത്ര ഡിഗ്രി ആയിരിക്കും? 3 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 69, ഒരു ബസ് 40 km/മണിക്കൂർ വേഗത്തിൽ 15 മിനിറ്റ് സഞ്ചരിക്കുന്നു എങ്കിൽ ബസ് എത്ര ദൂരം സഞ്ചരിച്ചു? ഓക്കെ, ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്കറിയാം ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? വേഗതയും തന്നിട്ടുണ്ട്, സമയവും തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം എന്താണ് വേഗത ഇവിടെ തന്നിരിക്കുന്നത് 40 km/h ആണ്. സമയം 15 മിനിറ്റ് ആണ്. അപ്പം മിനിറ്റിന് നമുക്ക് മണിക്കൂറിലേക്ക് ആദ്യം ചേഞ്ച് ചെയ്യാം. അപ്പോൾ 15നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യണം? ദൂരമാണ് കണ്ടുപിടിക്കുന്നത്. ദൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വേഗത സമം ദൂരം ബൈ സമയമാണെങ്കിൽ ദൂരം സമം വേഗത ഇൻറ്റു സമയമാണ്. ചെയ്തു വരുമ്പോൾ 10 കിലോമീറ്റർ എന്ന് വരും. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 70, 2, 4, 8, 32, 256 ശ്രേണിയാണ്. അടുത്ത സംഖ്യ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്താ മൂന്നാമത്തെ സംഖ്യ വരുന്നത് തൊട്ട് മുൻപത്തെ 2 സംഖ്യയുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ്. കണ്ടോ, 2 × 4. അപ്പോൾ അടുത്ത സംഖ്യ 8 ആയിട്ട് വരും. ഇനി 32 വന്നിരിക്കുന്നത് 4 × 8 ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ 8 × 32 ചെയ്യുമ്പോഴാണ് 256 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് 32 × 256 ചെയ്യുക, അതായത് 8192. ശ്രേണി മനസ്സിലാക്കുക. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 71, A/B = 2:3 ആണെങ്കിൽ B/C = 4:5 ആണ്. അങ്ങനെയാണെങ്കിൽ C/A കണ്ടുപിടിക്കുക. വളരെ എളുപ്പമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസവും ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു കണക്ക്. ഇവിടെ നമുക്ക് ഉത്തരം ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടും 15:8. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 72, എയും ബിയും ചേർന്ന ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എ ഒറ്റയ്ക്ക് അത് 9 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എങ്കിൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം ചെയ്തു തീർക്കും? നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടും, എത്ര കിട്ടും? 18 ദിവസം എന്ന് കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കുക എല്ലാവരും. ക്വസ്റ്റ്യൻ നമ്പർ 73, ഒരു മണിക്കൂറിൻ്റെ എത്ര ഭാഗമാണ് 5 മിനിറ്റ്? നമുക്കറിയാം 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ. അപ്പോൾ 60 മിനിറ്റ് ആണ് 1 മണിക്കൂറെങ്കിൽ 5 മിനിറ്റ് അതിൻ്റെ എത്ര ഭാഗമാണ്? നമുക്കറിയാം 5/60 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 1/12 ഭാഗം. അതായത് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 74, 25 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക 400 ആയാൽ ശ്രേണിയിലെ 13ാം പദം എത്ര? അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിൽ 25 പദമുണ്ട്, ആ പദങ്ങളുടെ തുക 400 ആണ്. അങ്ങനെയാണെങ്കിൽ 13ാം പദം കണ്ടുപിടിക്കുക. നമുക്കറിയാമല്ലോ, നമുക്കറിയാം n-ാം പദം കണ്ടുപിടിക്കുക. അതിൻ്റെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് n/2 × 2a + n-1 × d. ഇവിടെ സമ്മ് തന്നിട്ടുണ്ടല്ലോ 400. n എത്രയാണ്? 25. സോ 25 പദങ്ങളുടെ തുക = 400. അപ്പോൾ നമ്മൾക്ക് ഇക്വേഷൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 2a + 24d = 32 എന്ന് കിട്ടും. അപ്പോൾ ചെയ്തു വരുമ്പോൾ 13ാം പദം 16 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 75, പ്രത്യയമില്ലാത്ത വിഭക്തി ഏത്? ഇതിൽ പ്രത്യയമില്ലാത്ത വിഭക്തി ഏതാണ്? ഉത്തരം നിർദ്ദേശികയാണ് കേട്ടോ. ഓക്കെ, ശരിയായ വാക്യശുദ്ധി കണ്ടെത്തുക. 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഉത്തരം വരുന്നത് സ്നേഹിതനാണെന്ന് പറഞ്ഞത് കൊണ്ട് ഫലമില്ല. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 77, 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ഓക്കെ, നമുക്കറിയാവുന്നതാണ് ഉത്തരം. ഓപ്ഷൻ സി SK വസന്തൻ. ക്വസ്റ്റ്യൻ നമ്പർ 78, ജീവിതം ഒരു പെൻഡുലം ആരുടെ ആത്മകഥയാണ്? ആരുടെ ആത്മകഥയാണ്? ഓക്കെ, നമുക്കറിയാം. ഓപ്ഷൻ ഡി ശ്രീകുമാരൻ തമ്പി. ക്വസ്റ്റ്യൻ നമ്പർ 79, വെറ്റ് ബിഹൈൻഡ് ദ ഇയേഴ്സ് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്? വെറ്റ് ബിഹൈൻഡ് ദ ഇയേഴ്സ് ഏതാണ്? ഓപ്ഷൻ എ പരിചയക്കുറവ്. ക്വസ്റ്റ്യൻ നമ്പർ 80, ഭാര്യമാർ വചനം ഏതാണ്? ഏകവചനമാണോ, ബഹുവചനമാണോ, അലിംഗ ബഹുവചനമാണോ, പൂജക ബഹുവചനമാണോ? ഏതിലാ വരണേ? ഭാര്യമാർ എന്ന് പറയുമ്പോൾ ബഹുവചനമാണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 81, പത്മശ്രീ ലഭിച്ച ആദ്യത്തെ മലയാളി നടൻ ആരായിരുന്നു? പത്മശ്രീ ലഭിച്ച ആദ്യ മലയാളി നടൻ. ഓക്കെ, ഉത്തരം അറിയാം. ഓപ്ഷൻ ഡി ആണ്, തിക്കുറിശ്ശിയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 82, രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ ബി കൊട്ടാരക്കര തമ്പുരാൻ. ക്വസ്റ്റ്യൻ നമ്പർ 83 ഇംഗ്ലീഷിലേക്ക് പോവാം. എ ഡാഷ് ഓഫ് കാറ്റിൽ ഈസ് പാസിങ്. കാറ്റിലിൻ്റെ കൂട്ടത്തെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഹേർഡ് എന്നാണ് അല്ലേ. ഹേർഡ്.
എ ഹേർഡ് ഓഫ് കാറ്റിൽ ഈസ് പാസിങ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 84, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. സെൻറ്റൻസ് ഇതാണ്, ദ വർക്കേഴ്സ് ബിൽറ്റ് എ ബ്രിഡ്ജ്. ദ വർക്കേഴ്സ് ബിൽറ്റ് എ ബ്രിഡ്ജ്. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി, എ ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽറ്റ് ബൈ ദ വർക്കേഴ്സ്. കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 85, കറക്റ്റ് ദ സെൻറ്റൻസ്. ഇതിൻ്റെ അകത്ത് സെൻറ്റൻസ് കറക്റ്റായിട്ട് എഴുതുക. ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി ഗുഡ്. എങ്ങനെയാണിത് പറയുന്നത്? ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി ഗുഡ് അല്ലേ? അതിൻ്റെ ഉത്തരം വരുന്നത് ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി വെൽ. വെരി ഗുഡ് എന്നല്ല പറയണേ, വെരി വെൽ എന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 86, ദ ഹൈ പ്രൈസ് സർപ്രൈസ്ഡ് ഹിം. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്ക് ഏത് പാർട്സ് ഓഫ് സ്പീച്ചിലാണ് വരുന്നതെന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നോക്കിക്കോ. ദ ഹൈ പ്രൈസ് സർപ്രൈസ്ഡ് ഹിം. ദ അണ്ടർലൈൻഡ് വേർഡ് ബിലോങ് ടു വിച്ച് പാർട്ട് ഓഫ് ദ സ്പീച്ച്? ഹൈ എന്നുള്ളത്, ഹൈ പ്രൈസ് എന്ന് പറയുമ്പോൾ അത് എന്തിലാണ് വരണേ? ഉത്തരം അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 87, റിപ്പോർട്ട് ദ സെൻറ്റൻസ്. ടോം സെഡ് ഐ ആം ലീവിങ് ഫോർ മദ്രാസ് ടുമാറോ. ഇതിൽ റിപ്പോർട്ടിംഗ് സ്പീച്ച് കറക്റ്റ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, ടോം സെഡ് ദാറ്റ് ഹി വാസ് ലീവിങ് ഫോർ മദ്രാസ് ദ നെക്സ്റ്റ് ഡേ. അത് ഐ വുഡ് ഹാവ് കെപ്റ്റ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ്. ഐ വുഡ് ഹാവ് കെപ്റ്റ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ്. ഹാഡ് ഐ നോൺ ദിസ്. ഹാഡ് ഐ നോൺ ദിസ്. ഇതിൻ്റെ എന്താ നമ്മൾക്കിവിടെ ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, ആക്റ്റീവും പാസീവും നോക്കിയിട്ട് എഴുതാനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 88, ഉത്തരം വരുന്നത് ഐ വുഡ് ഹാവ് കെപ്റ്റ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ്. കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 89, ദ ഓൾഡ് മാൻ ഹൂ ലിവ്സ് ഇൻ മൈ നെയ്ബർഹുഡ് ഈസ് എ ഡാഷ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ. അപ്പോൾ യൂണിവേഴ്സിറ്റി പ്രൊഫസറിൻ്റെ മുമ്പിൽ ഏത് ആർട്ടിക്കിളാണ് വരണേ? നമുക്കറിയാം, എ ആണല്ലേ. ദ ഓൾഡ് മാൻ ഹൂ ലിവ്സ് ഇൻ മൈ നെയ്ബർഹുഡ് ഈസ് എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ. എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ. കേട്ടോ. 90, ഐ കുഡിൻ ടോളറേറ്റ് ഹെയർ ബിഹേവിയർ. ഇതിൽ ടോളറേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രേസൽ വെർബ് ആണ് ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. ഏതാണ് ഉത്തരം വരുന്നത്? ടോളറേറ്റ്, പുട്ടപ്പ് വിത്ത് ആണ് അല്ലേ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 91, എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻസ് ഇതിലേതാണ് വരുന്നത്? എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം PS ശ്രീധരൻ പിള്ള. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 92, അതോടൊപ്പം ജോലി ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി. ഏത് പദ്ധതിയാണ്? കർമ്മചാരിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 93, കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോയുടെ പേര്? നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഉത്തരം റേഡിയോശ്രീ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 94, മലപ്പുറം ജില്ലയിലെ താനൂരിലെ തൂവൽത്തീരം ബീച്ചിലുണ്ടായ ബോട്ടപകടം അന്വേഷിക്കുവാൻ കേരള ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ്റെ തലവൻ? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ജസ്റ്റിസ് VK മോഹനനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 95, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം അളക്കുവാനായിട്ട് സംസ്ഥാന കേന്ദ്രീകൃത റാങ്കിംഗ് സംവിധാനം ഒരുക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഉത്തരം കേരളമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 96, പൊതുവിദ്യാലയങ്ങളിലെ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പോഷണത്തിനും കായിക സാക്ഷരത ഉറപ്പുവരുത്തുന്നതിനുമായിട്ട് കായിക യുവജനകാര്യ വകുപ്പിൻ്റെ സഹായത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടിയിട്ട് SCERT വികസിപ്പിച്ച പദ്ധതി ഏതാണ്? അപ്പോൾ ഇവിടെ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് നമ്മുടെ കായിക വകുപ്പും യുവജനകാര്യ വകുപ്പും കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടിയിട്ട് SCERT വികസിപ്പിച്ചെടുത്ത ആ ഒരു പദ്ധതി ഏതാണ്? ഉത്തരം ഹെൽത്തി കിഡ്സ്. 97ാമത്തെ ക്വസ്റ്റ്യൻ, 2023 DRDOയുടെ യുവശാസ്ത്രജ്ഞനുള്ള പുരസ്കാരം ലഭിച്ച മലയാളി ആര്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഉത്തരം ഓപ്ഷൻ സി, പ്രാദിക് സുരേഷ് കുമാർ. ക്വസ്റ്റ്യൻ നമ്പർ 98, വില്ലേജ് പഞ്ചായത്ത് വിഭാഗത്തിൽ കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിൻ്റെ ജലശക്തി പുരസ്കാരങ്ങളിൽ 2ാം സ്ഥാനം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഉത്തരം വരുന്നത് മാണിക്കലാണ്.
99ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായിട്ട് രക്തദാനത്തിനായി അവധി പ്രഖ്യാപിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതാണ്? ആർത്തവ അവധി നമുക്കറിയാം, കുസാറ്റ് ആണെന്നറിയാം അല്ലേ. അപ്പം രക്തദാനത്തിനായി അവധി പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ രക്തദാനം നടത്തുന്നവർക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ഒരു യൂണിവേഴ്സിറ്റി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കേരള യൂണിവേഴ്സിറ്റി. പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 100, ബാലവേല നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് 2023 US ഗവൺമെന്റിന്റെ ഇക്ബാൽ മാസിക് അവാർഡിന് അർഹനായത് ആര്? ബാലവേല നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയതിന് 2023 US ഗവൺമെന്റിന്റെ ഇക്ബാൽ മാസിക് അവാർഡിന് അർഹനായത് ആര്? ഉത്തരം വരുന്നത് ലളിത നടരാജനാണ്. ലളിത നടരാജൻ. അപ്പം നമ്മൾ ഇന്ന് 100 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്ത് നോക്കിയത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 2 മോക്ക് ടെസ്റ്റ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ അതും കൂടി ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും LPയും UPയും എക്സാംസ് എഴുതുന്ന, അതുപോലെ ഈ ആഴ്ചത്തെ ഡിഗ്രി ലെവൽ എക്സാമൊക്കെ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും. പാഠപുസ്തകത്തോടൊപ്പം എന്ന ചാനലിൽ നിങ്ങൾ നൽകുന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി. അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആവുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്